ബഹുമാനപ്പെട്ട ഗുരുജനങ്ങളെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, സംസ്ഥാന സർക്കാരിൻ്റെയും മലയാള സാഹിത്യ സാംസ്കാരിക പ്രവർത്തകരുടെയും സുദീർഘവും സമർപ്പിതവുമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി മലയാള ഭാഷയ്ക്കും ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചിരിക്കുന്നു. സംസ്കൃതം, തമിഴ്, കന്നഡ, തെലുങ്ക് എന്നീ ഭാഷകൾക്കൊപ്പം ഇനി മലയാളത്തിനും ആ ശ്രേഷ്ഠ പീഠത്തിലിരിക്കാം. ഭാഷാഭൂഷണത്തിനും മറ്റ് സാഹിത്യ പ്രവർത്തനങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 100 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. എല്ലാം സന്തോഷം തന്നെ. പക്ഷേ ഒരു സംശയം, ഈ അംഗീകാരം കിട്ടില്ലായിരുന്നെങ്കിൽ മലയാളത്തിന് ശ്രേഷ്ഠതയില്ലെന്ന് പറയുമായിരുന്നു നാം. അഥവാ ആ അംഗീകാരം കൊണ്ട് മാത്രം നമ്മുടെ മലയാളത്തിന് ശ്രേഷ്ഠത ഉണ്ടാകുമോ? ഭാഷയ്ക്കെന്നല്ല, എന്തിനും ശ്രേഷ്ഠത ഉണ്ടാകുന്നത് അതിൻ്റെ വ്യാവഹാരിക തലത്തിലാണല്ലോ. ശ്രേഷ്ഠതയോടെ കരുതുകയും ശ്രേഷ്ഠത പ്രകടമാകുകയും വിധം പ്രയോഗിക്കുകയും പ്രയോക്താക്കൾ സ്വയം ആ ശ്രേഷ്ഠത ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുമ്പോഴല്ലേ ഏത് ഭാഷയും ശ്രേഷ്ഠമാകൂ. തമിഴർ അവരുടെ ജീവന തുല്യമായി ഭാഷയെ സ്നേഹിക്കുന്നത്. താനൊരു തമിഴനാണെന്ന് അഭിമാനത്തോടെ പറയുന്നവനാണവൻ. തമിഴ് ഭാഷയുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് വാചാലാകുന്നത്. തെലുങ്കിനും കന്നഡിയനും മറാത്തിയും ഗുജറാത്തിയും എന്തിന് ലോകത്തിലുള്ള ഏത് നാട്ടിലെ പ്രജകളും അവരുടെ മാതൃഭാഷയെ പ്രതി അഭിമാനം കൊള്ളുന്നവരാണ്. അമ്മയോടുള്ള പൊക്കിൾക്കൊടി ബന്ധത്തിന് തുല്യം. പിറന്നു വീണ ആദ്യ നാൾ മുതൽ കേൾക്കാൻ തുടങ്ങിയ മാതൃഭാഷയോട് വൈകാരികമായി ബന്ധം പുലർത്തുന്നവരാണ് ലോകജനത മുഴുവൻ. എന്നാൽ ഇതിൽ പെടാതെ ഒരേ ഒരു വികൃത സമൂഹമാണ് മലയാളികൾ. എല്ലാവരെയും അടച്ചു പറയാനാവില്ല. എങ്കിലും ബഹുഭൂരിപക്ഷവും മലയാള ഭാഷ മൃതരായി കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. ഭാഷാവധം നടപ്പാക്കാൻ തങ്ങൾ ആലാവും വിധം അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ദീർഘകാലം ഇംഗ്ലീഷുകാരുടെ അടിമകളായി കഴിഞ്ഞതുകൊണ്ടാവണം മലയാളിക്ക് മാതൃഭാഷയെ അവഗണിച്ച് ഇംഗ്ലീഷിനെ പുണരാൻ ആവേശം തോന്നുന്നതെന്ന് ചിലർ പറയാറുണ്ട്. ഇതും ശരിയല്ല. മലയാളി മാത്രമല്ലോ, തമിഴിനും തെലുങ്കിനും പഞ്ചാബിയും കന്നഡിയനുമൊക്കെ ബ്രിട്ടീഷ് അടിമത്തം അനുഭവിച്ചവരല്ലേ. എന്നിട്ടെന്തേ അവർക്ക് ഇംഗ്ലീഷ് പ്രേമമില്ലാത്തത്? ഇംഗ്ലീഷ് നല്ല ഭാഷ തന്നെയാണ്. അത് നന്നായി പഠിക്കുന്നത് ഭാവിക്ക് വളരെ നല്ലതുമാണ്. അക്കാര്യത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി അഭിപ്രായം പറയുകയും ചെയ്യും. പക്ഷേ അവർ ആദ്യം മാതൃഭാഷ നന്നായി പഠിക്കും. പിന്നെ മാതൃഭാഷ നൽകുന്ന ഉണർവോടെ പിന്തുണയോടെ മറ്റു ഭാഷകളും നന്നായി പഠിക്കും. പക്ഷേ മലയാളി മാത്രം അത് വിശ്വസിക്കുന്നില്ല. ജനിക്കുമ്പോൾ തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പറയണം, അതിനായി ഞാൻ എൻ്റെ ഭാര്യയുടെ പേരങ്ങ് ഇംഗ്ലണ്ടിലാക്കി എന്ന് കുഞ്ഞുണ്ണി മാഷ് കൈകൊട്ടി പൊട്ടിച്ചിരിച്ചത് മലയാളിയുടെ ഈ വങ്കത്വം കണ്ടിട്ടാണ്. കാക്കേ കാക്കേ കൂടെവിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ എന്നാരംഭിക്കുന്ന മനോഹരമായ മലയാള കവിത ഒഴിവാക്കി ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്ന് വാശി കാട്ടുന്ന നമ്മുടെ മലയാളം എങ്ങനെ ശ്രേഷ്ഠമാകും? ദൈവവിശ്വാസമില്ലാത്തവൻ അമ്പലനടകളിൽ പോയി ഉറക്കെ പ്രാർത്ഥിക്കും പോലെ അർത്ഥശൂന്യമാണ് നമ്മുടെ ഭാഷാസ്നേഹം. നമ്മൾ ഓരോരുത്തരും, നമ്മുടെ സർക്കാരും നമ്മുടെ ഉദ്യോഗ വൃന്ദവുമൊക്കെ ഒറ്റ മനസ്സോടെ ശ്രമിച്ചാൽ മലയോളം ഉയർന്നു നിൽക്കും. മനോഹരമായി ഈ ഭാഷയുടെ സൗന്ദര്യപൂരം തൊട്ടറിയാൻ പുതുതലമുറയെ അനുവദിച്ചാൽ മാത്രമേ മലയാളം ശ്രേഷ്ഠമാകൂ. അതുകൊണ്ട് തന്നെ നമുക്ക് മലയാളത്തെ പുണരാം, മലയാളത്തിനു വേണ്ടി ജീവിക്കാം, മലയാളികളാവുന്നതിൽ അഭിമാനം കൊള്ളാം. നന്ദി, നമസ്കാരം.